പിന്നെ സ്ത്രീകൾക്ക് യാത്ര പോകാൻ കൂടെ ഭർത്താവ് അല്ലെങ്കിൽ മഹ്റം വേണമെന്ന് ഇപ്പൊ ഹജ്ജിന്റെ നിയമത്തിൽ വരെ ഉണ്ടല്ലോ. അവിടെ പുറത്തിറങ്ങി കഴിഞ്ഞാൽ തിക്കും തിരക്കിലും പെട്ടിട്ട് പ്രശ്നമാവും, തിക്കൊക്കെ ഉണ്ടാവും. അതുകൊണ്ട് നിങ്ങൾ ആരെങ്കിലും പുറത്തേക്ക് വിടില്ല, നമ്മൾ വിടാറില്ല. നിങ്ങൾ വിടുന്നുണ്ടെങ്കിൽ നമുക്കറിയില്ല. ഇതൊന്ന് ആലോചിച്ച് നോക്ക്, ഏത് കാലഘട്ടത്തിലാണ് ഇവിടെ പറയുന്നത്. ആളുകൾ സ്പേസിലേക്ക് പോയി തുടങ്ങി, പെണ്ണുങ്ങളൊക്കെ. അപ്പോഴാണ് പറഞ്ഞത് തിക്കിലും തിരക്കിലും പെട്ടിട്ട് പെണ്ണുങ്ങൾ അടങ്ങാറാവും. അപ്പോൾ ആണുണ്ടെങ്കിലേ സംഭവം നടക്കുകയുള്ളൂ. എങ്ങനെയുണ്ട്? സമുദായത്തിനെ മുന്നോട്ട് നയിക്കുന്ന നേതാക്കളാണ് ഇവരൊക്കെ. കൊള്ളാം. എൻ്റെ സഹോദര, ഈ മുസ്ലിം പണ്ഡിതന്മാർ ഇസ്ലാമിലെ നിയമങ്ങൾ പറയുന്നുള്ളത് അത് വിശ്വാസികളായ ആളുകളോടാണ്. ഒരുപാട് വിശ്വാസികൾ അതനുസരിക്കുന്നുണ്ട്. എന്നാൽ നിങ്ങൾ AP ഉസ്താദിനോടാണ് സ്ത്രീകളുടെ മഹത്വത്തെക്കുറിച്ചും സ്ഥാനത്തെക്കുറിച്ച് പറഞ്ഞു കൊടുക്കുന്നുള്ളത്. നിങ്ങളൊന്ന് അന്വേഷിച്ച് നോക്ക്. ഒരുപാട് സ്ത്രീകളെ ഉയർച്ചയിലെത്തിച്ച ഒരാളാണ് AP ഉസ്താദ്. സ്ത്രീകൾക്ക് വേണ്ടിയിട്ട്, അവരുടെ പഠനത്തിന് വേണ്ടിയിട്ട് ഒരുപാട് സ്ഥാപനങ്ങൾ അദ്ദേഹം ഉണ്ടാക്കിയിട്ടുണ്ട്. ആ സ്ഥാപനത്തിൽ പഠിച്ചു വളർന്ന് ഇന്നും ഉയർന്ന മേഖലകളിൽ ജോലി ചെയ്യുന്ന ഒരുപാട് സ്ത്രീകളുണ്ട്, ഒരുപാട് മുസ്ലിം പണ്ഡിതകളുണ്ട്. ഉസ്താദിനെ പോലെയുള്ള മഹനീയരായ പണ്ഡിതന്മാർക്ക് പറയാൻ പറ്റും, ഞാൻ നേതൃത്വം കൊടുക്കുന്ന സ്ഥാപനങ്ങളിൽ പഠിച്ച് വളർന്ന് ഇന്നും ഉയർന്ന മേഖലകളിൽ ജോലി ചെയ്യുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്ന മുസ്ലിം സ്ത്രീകളുണ്ടെന്ന്.